ഭീഷ്മയിൽ മാത്രമായിരുന്നില്ല അംബയുടെ ശാപം വന്ന് പതിഞ്ഞത്. ആ രാജ്യം മുഴുവൻ പടർന്നുകൊണ്ടേയിരുന്നു. ഭരണം നടത്തുന്ന വിചിത്രവീര്യൻ അധികം വൈകാതെ തന്നെ മരണമടഞ്ഞു. വിചിത്രവീര്യന്റെ മരണം ഹസ്തിനപുരം മുഴുവനും ഞെട്ടിച്ചു. കാരണം രാജ്യത്തിപ്പോൾ രാജാവില്ലാതെയായിരിക്കുന്നു. ഭീഷ്മയെയും ആ സംഭവം ആശയക്കുഴപ്പത്തിലാഴ്ത്തി. അയാൾ പോംവഴിക്കായി ആലോചന തുടങ്ങി. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ സത്യവതി ഭീഷ്മയുടെ അടുത്തേക്കെത്തിയത്. ഭീഷ്മ, ഹസ്തിനപുരത്തെ സിംഹാസനം ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിനുള്ള പോംവഴിക്കായുള്ള ആലോചനയിലായിരുന്നു ഞാൻ ഇത്രയും നേരം. എൻ്റെ ഉള്ളിൽ ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. മകൻ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കാരണം അച്ഛനിൽ നിന്ന് വരെ ഞാൻ മറച്ചുവെച്ച ഒരു വലിയ രഹസ്യമാണത്. ഭീഷ്മ സത്യവതിയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ശന്തനുരാജന് മുൻപ് നാം ഒരു തവണ വിവാഹം കഴിച്ചതാണ്. അതിലെനിക്കൊരു മകനുമുണ്ട്, വ്യാസൻ. നമ്മുടെ ഈ പ്രശ്നം അവന് തീർക്കാൻ കഴിയുമെന്ന തോന്നൽ എന്നെ വിടാതെ പിന്തുടരുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഹസ്തിനപുരത്തിൻ്റെ ഭാവിയെ കണ്ടുകൊണ്ട് മാത്രം മനസ്സിലാക്കുക. ഇതല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മനസ്സിൽ വരുന്നില്ല. അമ്മയ്ക്ക് എന്നോട് കാര്യങ്ങൾ പറയാൻ മുഖവരയുടെ ആവശ്യമില്ല. എന്താണ് അമ്മയുടെ മനസ്സിലെന്ന് വ്യക്തമായി എന്നോട് പറയാം. വ്യാസൻ മുഖേന നമ്മുടെ 2 രാജ്ഞികളും ഗർഭിണിയായാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ മുൻപിൽ ഇപ്പോഴുള്ളൂ. സത്യവതിയുടെ ആ മറുപടി ഭീഷ്മയെ ചെറുതായി ഒന്ന് ഞെട്ടിച്ചു. പക്ഷേ പുറത്തു കാണിച്ചില്ല. അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ ഇപ്പോൾ തന്നെ നാം വ്യാസനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. സത്യവതി സമ്മതം മൂളി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വ്യാസൻ മുഖേന 2 രാജ്ഞിമാരും ഗർഭിണികളായി. ഹസ്തിനപുരം മുഴുവനും ആ സന്തോഷം ആഘോഷിച്ചു. സത്യവതി ആ സന്തോഷം മധുരങ്ങളായി രാജ്യം മുഴുവൻ പങ്കുവച്ചു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അംബിക പ്രസവിച്ചു. എന്നാൽ അതുവരെ ഉണ്ടായ സന്തോഷം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു ആ ഒരു സംഭവം.